നമ്മൾ പ്രസന്റ് ടെൻസ് എല്ലാം പഠിച്ചില്ലേ? പ്രസന്റ് സിമ്പിൾ പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പാസ്റ്റിലോട്ട് വരിക. സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഡെഫിനിറ്റ്. പാസ്റ്റ് ഇൻഡെഫിനിറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വെർബ് എഴുതുക. ആദ്യം ബിൽഡ് എന്ന് പറയുന്നൊരു വെർബ് എഴുതുകയാണ്. അതിൻ്റെ V2 എഴുതി ബിൽറ്റ്, V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി ബിൽറ്റ്. ഇതിൽ സിമ്പിൾ പ്രസന്റ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഈ മെയിൻ ഫോമിലുണ്ട് ഡൂവും ഡസും ചേർത്തല്ലേ പഠിച്ചത് അല്ലേ? അന്നേരം എന്തൊക്കെ കിട്ടി? ബിൽഡും ബിൽഡ്സും കിട്ടി. ഡു ചേർത്തപ്പോൾ ബിൽഡും ഡസ് ചേർത്തപ്പോൾ ബിൽഡ്സും കിട്ടി. ഇനി ഈ ബിൽഡ് എന്ന് പറയുന്ന ബേസ് ഫോമിനോട് ഡിഡ് ചേർക്കുമ്പോഴാണ് പാസ്റ്റ് ടെൻസ് കിട്ടുന്നത്. ഓർത്തോളാതെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ബേസ് ഫോമിനോട് ഏത് ചേർക്കണം? ഡിഡ് ചേർക്കണം. പാസ്റ്റ് ടെൻസിലുള്ള ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും. ഇവിടെ കണ്ടാലും ഓർക്കണം. ഫോർ എക്സാമ്പിൾ ഡിഡ് ഈറ്റ്. ഡിഡ് ഈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഏതാ? ഈറ്റ്. ഡിഡ് സ്പീക്ക് ആണല്ലോ. ഡിഡ് സ്പീക്ക്. സ്പോക്ക്. ഡിഡ് സ്പീക്ക്, സ്പോക്ക്. ഡിഡ് കിൽ. ഡിഡ് കിൽ എന്തായിരിക്കും? കിൽഡ് അല്ലേ? ഡിഡ് കിൽഡ് എന്ന് പറയുന്നത്, കിൽ എന്ന് പറയുന്നത് കിൽഡ്. ഡിഡ് സീ. സിയുടെ പാസ്റ്റ് ടെൻസ് ഏതാ? സിയുടെ പാസ്റ്റ് ടെൻസ് ഏതാ? സോ. SAW. ഡിഡ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ. ഇനി ഒരു പാസ്റ്റ് ടെൻസ് എഴുതുക. റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. ആ റോട്ട് എങ്ങനെയാ അപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഡിഡ് റൈറ്റ് അല്ലേ? ഡിഡ് റൈറ്റ്. മനസ്സിലായോ? ഡിഡ് റൈറ്റ്. കോട്ട്. CAUGHT. കോട്ട്. അതെന്തായിരിക്കും? ഡിഡ്. ഇതിന്റെ പ്രസന്റ് ടെൻസ് ഏതാ? ഡിഡ് ക്യാച്ച്. ടോട്ട്. TAUGHT. ടോട്ട്. എന്തായിരിക്കും? ഡിഡ് ടീച്ച്. എന്താ നമ്മൾ പഠിച്ചത്? സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുന്നത്? ഡിഡ് ആണ് ചേർക്കുന്നത്. പാസ്റ്റിലുള്ള അല്ലെങ്കിൽ നേരത്തെ നടന്ന സംഭവങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ചേർക്കുന്നത്. ഇപ്പം തന്നെ ഒരാളുടെ ഹാബിറ്റ്, പാസ്റ്റിൽ ഇങ്ങനത്തെ ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഏത് ടെൻസ് ചേർക്കാം? സിമ്പിൾ പാസ്റ്റ് ചേർക്കാം. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ നെഗറ്റീവ് ചെയ്യാൻ പറഞ്ഞാൽ, നെഗറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് വെർബ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? ബിൽറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ നെഗറ്റീവ് വെർബ് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു സ്പ്ലിറ്റ് ഇറ്റ്. വെർബിനോട് ഡിഡ് ചേർത്തതിനെ സ്പ്ലിറ്റ് ചെയ്തു. നെഗറ്റീവ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തുകൂടെ ചേർത്താൽ മതി? ബിൽറ്റിൻ്റെ നെഗറ്റീവ് ഏതാ? ഡിഡ് നോട്ട് ബിൽഡ്. ഓർത്തോണം. ഡിഡ് നോട്ട് ബിൽഡ്. ഏറ്റിൻ്റെ നെഗറ്റീവ് എന്താ? ഡിഡ് നോട്ട് ഈറ്റ്. സ്പോക്കിൻ്റെ നെഗറ്റീവ് എന്താ? ഡിഡ് നോട്ട് സ്പീക്ക്. കിൽഡ്. ഡിഡ് നോട്ട് കിൽ. സോ ഡിഡ് നോട്ട് സീ. മനസ്സിലായോ? അതുപോലെ തന്നെ ഇത് ഓക്സിലറി വെർബാണ് ഡിഡ്. ക്വസ്റ്റ്യൻ ടാഗ് പിന്നെ പഠിപ്പിക്കുക, എന്നാലും പറയുകയാണ്. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് ഡിഡ് നോട്ട്. നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇൻറ്റ്. പാസ്റ്റ് ടെൻസ് കണ്ടാൽ ഓക്സിലറി വെർബും നോട്ടിൻ്റെ ഷോർട്ട് ഫോം കൂടെ ചേർക്കണം. ബിൽറ്റ് കണ്ടാൽ നമ്മൾ എന്ത് എഴുതണം? ഡിഡിൻ്റെ എന്ന് എഴുതണം. മനസ്സിലായോ? ഒരു സെൻറ്റൻസിൽ ബിൽറ്റ് കണ്ടാൽ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറഞ്ഞാൽ ഏതെഴുതും? ഡിഡിൻറ്റ്. അതുപോലെ ഏറ്റ് ആണെങ്കിൽ അവിടെ എന്ത് തന്നെ? ഡിഡിൻറ്റ്. സ്പോക്ക് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് നോട്ട് എന്നുള്ളടത്ത് ഡിഡിൻറ്റ്. കിൽഡ് ആണെങ്കിൽ കിൽഡ്. ഒരു ചെറിയൊരു സെൻറ്റൻസ് അന്നേരം പറയാം, എന്നാലും ഒന്നുകൂടെ പറയാം, നോക്കാം. സീത സാങ് വെൽ. സാങ് പാടി. പാസ്റ്റ് ടെൻസ് ആണ് സാങ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അതിന് ഓക്സിലറി വെർബ് ഏതാ? ഡിഡ് ആണ്. ഡിഡിന്റെ കൂടെ ഷോർട്ട് ഫോം ചേർക്കണം. നോട്ടിന്റെ ഏതാ? ഡിഡിൻ. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഡിഡിൻ. സീതയ്ക്ക് പകരം ഒരു പ്രോനൗൺ ചേർക്കുന്നു, ഷീ. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എഴുതാം. ഏതെങ്കിലും ഒരു പാസ്റ്റ് ടെൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓക്സിലറി വെർബ് ഏതാന്ന് നോക്കണം. എന്തായിരിക്കും ഓക്സിലറി വെർബ്? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് ആയിരിക്കും. അതിനെ നെഗറ്റീവ് ആക്കുക. നെഗറ്റീവ് വെർബ്സ് ഇല്ലെങ്കിൽ, നെഗറ്റീവ് ആഡ്വേർബ്സ് ഇല്ലെങ്കിൽ മാത്രം ഇതിലൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചായിരുന്നു. ഹാർഡിലി, സ്കേഴ്സ്ലി, നോട്ട്, നണ്ണ്, നോ, അതുപോലെയൊക്കെയുള്ള വേർഡ്സ് കണ്ടാൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസിൽ
നെഗറ്റീവ് സെന്റൻസ് അല്ല, പോസിറ്റീവ് സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ പാസ്റ്റ് ടെൻസിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. പാസ്റ്റ് ടെൻസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഏത് ഓക്സിലറി വെർബ് കിട്ടും? ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. എന്നിട്ട് നോട്ടിന്റെ ഷോർട്ട് ഫോം ആയ ഡിഡിൻ്റെ ചേർക്കുക. എന്നിട്ട് ഫസ്റ്റിലെ പ്രോനൗൺ ഏതാന്ന് നോക്കുക. ഏത് കിട്ടും? സീത എന്നുള്ളതിന്റെ പ്രോനൗൺ ഷീ. മനസ്സിലായോ? പാസ്റ്റ് ടെൻസ് മനസ്സിലായോ? അടുത്ത പറയട്ടെ. പാസ്റ്റ് ടെൻസ് മനസ്സിലായോ? പിന്നെ നമുക്ക് ഒന്നുകൂടെ എല്ലാം പറയാം, എല്ലാ ടെൻസും ഒന്നുകൂടെ പഠിക്കാം. ആദ്യം തൊട്ട് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ് ടെൻസ് എല്ലാം ഒന്ന് പറഞ്ഞേ. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്,